അൻവർ ഫാക്ടർ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ മുന്നണിക്കുള്ളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുന്നണി പ്രവേശം അത് മാത്രമാണ് അൻവറിന്റെ ഡിമാൻഡ്. സ്റ്റാനിയ മനോമി, ഗുഡ് ഈവനിംഗ്. CPIഎമ്മിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ എവിടെ വരെയായി? എല്ലാം നടക്കുകയാണ്. പക്ഷേ CPM സ്വാഭാവികമായും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രഖ്യാപിക്കുക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ വെള്ളിയാഴ്ച നടക്കും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. പക്ഷേ മറ്റ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും CPMന്റെ അല്ലെങ്കിൽ LDFന്റെ എല്ലാ ഇലക്ഷൻ പ്രചരണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനടക്കം സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നത്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 23 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ചുമതല നൽകിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായി വീട് കയറുകയും അതുപോലെ വീട്ടുമുറ്റ സദസ്സുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുതന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. പക്ഷേ അപ്പോഴും ഒറ്റപ്പേരിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഒരു പ്രയാസമായി തന്നെ ഉണ്ട്. പി ഷബീർ, DYFI നേതാവ് പി ഷബീറോ അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയോ അതുപോലെ തോമസ് മാത്യു ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല. പക്ഷേ അപ്പോഴും കൂടുതൽ പരിഗണന ലഭിക്കുക പി ഷബീറിന് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നതും. നേരത്തെ പറഞ്ഞ പേരുകൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ NDAയുടെ കാര്യത്തിൽ ദീപക് മലയമ്മ, ഗുഡ് ഈവനിംഗ്. ഒരു തീരുമാനവുമാകുന്നില്ലല്ലോ. BDJSന് മത്സരിക്കേണ്ട എന്നാണോ? വെരി ഗുഡ് ഈവനിങ്. BDJSന് മത്സരിക്കേണ്ട എന്നില്ല. BDJS പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായും സജ്ജമാണ്, മത്സരിക്കാൻ ഒരുക്കവുമാണ്. 3 പേരുകൾ ഇതിനോടകം തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചേർന്നതിന് ശേഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന കൗൺസിൽ യോഗം വൈകിട്ട് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അത് അന്തിമമായിട്ടുള്ളൊരു അംഗീകാരം ആ 3 പേരുകൾക്ക് നൽകും. അതിനുശേഷം 1-ാം തീയതിയാണ് തൃശ്ശൂരിൽ വെച്ച് NDAയുടെ യോഗം നടക്കുന്നത്. NDA അത് തത്വത്തിൽ അംഗീകരിച്ചാൽ മത്സര രംഗത്തേക്ക് പ്രത്യക്ഷത്തിൽ വരാം എന്നുള്ളതാണ് BDJS പറയുന്നത്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് തന്നെയാണ് BDJS പ്രതീക്ഷിക്കുന്നത്. 3 പേരുകൾ ആ നിലയ്ക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 1-ാം തീയതി ചേരുന്ന NDA യോഗത്തിൽ മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആലോചനകൾ വരികയാണെങ്കിൽ നേരത്തെ BJP ഈ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. തുടർന്നാണ് BDJSനോട് മത്സരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ മറ്റൊരു മാറ്റം വന്നാൽ മാത്രമേ NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പൊതു സ്വതന്ത്രനെ പിന്താങ്ങുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം NDAക്ക് സ്ഥാനാർത്ഥി 1-ാം തീയതിയോടുകൂടി വരും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഇവിടെ സജ്ജമാണ്, ഗ്രൗണ്ട് ഓക്കെയാണ് എന്നുള്ളതാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള